പ്രൈസ്തലോ ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങൾ പല വിചാരങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരാണോ? പലതിനെ ചൊല്ലി ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണോ? രോഗത്തെക്കുറിച്ച്, ഭവനത്തിലെ പലവിധമാകുന്ന വിഷയങ്ങളെക്കുറിച്ച്, തലമുറകളുടെ ഭാവിയെക്കുറിച്ച്, മറ്റനേക വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് വിചാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാണോ? എന്നാൽ അതിന് പരിഹാരമായി തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നിങ്ങളുടെ ആവശ്യം എന്ത് ആവശ്യമാണെങ്കിലും അത് രോഗമാകുന്ന വിഷയമാണോ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തലമുറയുടെ വിഷയമാണോ, ഭവനത്തിൻ്റെ വിഷയമാണോ, മറ്റേത് വിഷയമാണെങ്കിലും വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ വിഷയത്തിന്മേൽ ഒരു വലിയ പരിഹാരത്തെ അയക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരുപക്ഷെ വൈദ്യ സഹായത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ മാനുഷിക കരങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: നിന്റെ വിഷയം എന്താണെങ്കിലും, അതെത്ര കാഠിന്യമേറിയതാണെങ്കിലും, അതെത്ര വിഷയമേറിയതാണെങ്കിലും, അത് സ്തോത്രത്തോടെ സർവശക്തനായ ദൈവത്തോട് അറിയിക്കുവാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം ആ വിഷയത്തിന്മേൽ അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം അയക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ആ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, സ്തോത്രത്തോടെ അറിയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിഷയത്തിന്മേൽ ദൈവമാവ് അവിടുന്ന് അത്ഭുതകരമായ വിടുതലും പ്രത്യാശയും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നാടുകളായി വിടുതലില്ലാതിരിക്കുന്ന വിഷയമായിക്കോട്ടെ, വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമായിക്കോട്ടെ, ആണ്ടുകളായി ആസ്പത്രികളിൽ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, ഏത് വിഷയമാകുന്നുവെങ്കിലും സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു: പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ സർവശക്തൻ നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി അയക്കും. ആ മറുപടി അയക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.